ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ എന്ത് കാര്യമാണോ പ്ലാൻ ചെയ്യുന്നത് ആ ഒരു കാര്യം എന്താണ്, നിങ്ങളുടെ ആ ഒരു കറന്റ് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം എന്താണ്, അതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ, യൂണിവേഴ്സ് അതിന് തരുന്ന ഒരു ഗൈഡൻസ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഇത് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ഏസ് എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കമാണ് സൂചിപ്പിക്കുന്നത്. ഈ കാർഡെന്ന് പറയുന്നത് പണപരമായിട്ട് ബന്ധപ്പെട്ട ഒരു കാർഡാണ്. അപ്പോൾ നിങ്ങൾ വരുമാനം നേടാനായിട്ട് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക്, നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ, പണം കൂടുതൽ ഉണ്ടാക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നൊക്കെ ഒരു പ്ലാൻ ചെയ്യുന്ന, അങ്ങനെ നോക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ്. അപ്പോൾ ഫിനാൻഷ്യൽ പരമായിട്ട് കൂടുതൽ പണം അട്രാക്ട് ചെയ്യാനായിട്ടുള്ള മാർഗം നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ്. അപ്പോൾ അതിനെന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് നോക്കാം. 3 of Wands ആണ് വന്നിരിക്കുന്നത്. ഈ കാർഡ് നോക്കുകയാണെങ്കിൽ കാണാം, ഒരു വ്യക്തി ദൂരേക്ക് ഒരു കടലിലേക്ക്, ഈവനിങ് ടൈമാണ്, നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. 3-4 കപ്പലുണ്ട് കടലിൽ. അപ്പോൾ അതിൽ ഏതിൽ കയറണം എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മാനസികാവസ്ഥ പറയുകയാണെങ്കിൽ നിങ്ങളും അതേപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു വഴി, പണം സമ്പാദിക്കാനുള്ള ആ ഒരു വഴിയിൽ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ അതിലേത് സ്വീകരിക്കണം, സ്വീകരിക്കണ്ട, സ്വീകരിച്ചാൽ വിജയം ഉണ്ടാവോ അല്ലെങ്കിൽ പരാജയപ്പെടുമോ എന്നുള്ള ഭയത്താൽ നിങ്ങളൊന്നും സ്വീകരിക്കാതെ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് ദീർഘവീക്ഷണത്തോടു കൂടി കാര്യങ്ങൾ കാണണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ നന്നായിട്ട് ആലോചിച്ചിട്ട് ഒരു പ്ലാൻ ചെയ്യണം. പ്ലാൻ ചെയ്തിട്ട് ഒരു ഉചിതമായ ഡിസിഷൻ എടുക്കണം എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ആ ഒരു കാര്യം, പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു, ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുമില്ല, ആ ഒരു അവസ്ഥയിലാണ്, സ്റ്റക്നെസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഭയത്തെ മാറ്റി കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരണം എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ആ ഒരു തടസ്സത്തെ മാറ്റണം. അപ്പോൾ യൂണിവേഴ്സ് തരുന്ന ഒരു ഗൈഡൻസ് നോക്കാം. 2 of Pentacles. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകണം. ഒരുപാട് കാര്യങ്ങളെടുത്ത് ഈ ഒരു ടൈമിൽ ഒരുപാട് കാര്യങ്ങളെടുത്ത് തലയിൽ വയ്ക്കരുതെന്നാണ് യൂണിവേഴ്സ് തരുന്ന ഒരു ഗൈഡൻസ്. നിങ്ങളിപ്പോൾ എന്തിലാണോ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ആ ഒരു കാര്യം, അതിന് പ്രയോറിറ്റി കൊടുത്ത് മുന്നോട്ട് പോകണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് വിജയം, ഈ ഒരു നിങ്ങൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ച് നിങ്ങൾ ആ ഒരു ഭയം മാറ്റി മുന്നോട്ട് പോയാൽ, ഒരുപാട് കാര്യത്തിൽ ഫോക്കസ് ചെയ്യാതെ ഈ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയാൽ വിജയം ഉറപ്പാണെന്നുള്ളതാണ്. നല്ലൊരു പോസിറ്റിവിറ്റിയാണ്. ഞാനും ഈ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് എത്ര വേഗം നടന്നു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ യൂണിവേഴ്സിനോട് നന്ദി അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.